ഹലോ, എസ് എസ് സിയുടെ സെലക്ഷൻ പോസ്റ്റ് ഫേസ് 14 2026 ഏറ്റവും പുതിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഒരു ബോംബുമായിട്ടാണ് എസ് എസ് സി വന്നിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ ഒരു വലിയ ചേഞ്ച് എക്സാം പാറ്റേണിൽ, എക്സാം നടത്തിപ്പിൽ ഒരു വലിയ മാറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എസ് എസ് സി CGL നോട്ടിഫിക്കേഷനിലും ഇത്തരത്തിലൊരു ചേഞ്ച് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വലിയൊരു മാറ്റം. ഇനി ഒരു വലിയ മാറ്റം നമ്മുടെ CGL ആസ്പിറൻസിനെയും CHSL ആസ്പിറൻസിനെയും മറ്റ് SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ SSC സെലക്ഷൻ പോസ്റ്റ് ഫേസ് 14 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നോക്കാം. 13/4/2026 മുതൽ 4/5/2026 ആണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. ഇനിയും അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള എക്സാം ഡേറ്റ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ജൂൺ 2026 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത്. ഇനിയും സെലക്ഷൻ പോസ്റ്റ് എക്സാം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി സെലക്ഷൻ പോസ്റ്റ് എല്ലാ വർഷവും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഓരോ വർഷങ്ങളിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പോസ്റ്റുകൾ കൺസോളിഡേറ്റ് ചെയ്ത് 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ, മൾട്ടിപ്പിൾ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരുപാട് പോസ്റ്റുകൾ കൺസോളിഡേറ്റ് ചെയ്ത് വിളിക്കുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ BSc കെമിസ്ട്രിയോ അല്ലെങ്കിൽ BTech ഇന്ന സബ്ജക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ +2 ലെവലോ അല്ലെങ്കിൽ ഏതൊരു ക്വാളിഫിക്കേഷൻ, നിങ്ങൾ MSc കെമിസ്ട്രി, MSc ജോഗ്രഫി, ഇങ്ങനെ പല ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ആ പോസ്റ്റുകൾ ചിലപ്പം ഇതിനകത്ത് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പോസ്റ്റുകൾ, അതായത് കോമൺ ആയിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർ അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർ എന്നതിന് ഉപരി ഇത് ഒരു പോസ്റ്റിന് വേണ്ട റിക്വയർഡ് ക്വാളിഫിക്കേഷൻ പറഞ്ഞു വിളിച്ചിരിക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ ചേർത്ത് വിളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സാം കുറച്ചുകൂടി എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ചിലർക്കെങ്കിലും ജോലി കിട്ടി പോകുന്ന ഒരു എക്സാമാണ് സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിക്കോട്ടെ, നിങ്ങൾ ഡിഗ്രി ഉള്ളവരോ 10th ലെവലോ 12th ലെവലോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനും എക്സാം എഴുതാനും സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് നമുക്ക് അറിയേണ്ട കാര്യം, ആപ്ലിക്കേഷൻ ഡേറ്റ് നമ്മളിപ്പോൾ അറിഞ്ഞു. ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. അടുത്ത മാസം മെയ് മാസം 4-ാം തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 4th of May എന്നാണ് പറഞ്ഞത്. എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ജൂണിലാണ്. ഇതിപ്പം നമുക്ക് ഏപ്രിൽ മാസം സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ പകുതിയായി, മെയ് ജൂൺ ഒരു 2 മാസത്തെ സമയമാണ് കഷ്ടിച്ച് എക്സാമിന് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി അറിയേണ്ടത് എക്സാമിൻ്റെ പാറ്റേണും മറ്റ് വേക്കൻസീസും നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയേണ്ടത്. ബാക്കി കാര്യം അതിനു മുമ്പ് ഏജ് ലിമിറ്റിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഏജ് ലിമിറ്റ് ഇതിൽ മൾട്ടിപ്പിൾ പോസ്റ്റുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ പോസ്റ്റുകളുടെ ഓരോ പോസ്റ്റിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഏജ് ലിമിറ്റാണ് വരുന്നത്. അതിനകത്ത് ഓരോ ഡിഫറെൻറ്റ് പോസ്റ്റിന് പറയുന്നുണ്ട്. 18 മുതൽ 25 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ള പോസ്റ്റുകളുണ്ട്. 18 മുതൽ 27 വരെ ഉള്ളതുണ്ട്, 18 മുതൽ 28 വരെ ഉള്ളതുണ്ട്, 18 മുതൽ 30 വരെ ഉള്ളതുണ്ട്, 18 മുതൽ 35 വരെ ഉള്ളത്, 20 മുതൽ 25 വരെയുള്ള, 20 മുതൽ 30 വരെയുള്ള. അപ്പം ഹയസ്റ്റ് ഏജ് ലിമിറ്റ് 35 വരെയുള്ള പോസ്റ്റുകളുണ്ട്. എന്നാലും മെജോറിറ്റി പോസ്റ്റിന് അങ്ങനല്ല. ഒരു 30 റേഞ്ചിലേക്കൊക്കെയാണ് ജനറൽ കാറ്റഗറിക്ക് കൂടുതൽ പോസ്റ്റിനും വരുന്ന ഹയർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി OBC കാറ്റഗറിക്ക് 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. SC/ST കാറ്റഗറിക്ക് 5 വർഷം റിലാക്സേഷനും നോർമലി SSCയുടെ എല്ലാ പരീക്ഷകൾക്കും ഉള്ളതുപോലെ തന്നെ ഉണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് എല്ലാവരും നോക്കിയിരിക്കുക എന്താണ് ഈ ചേഞ്ച് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇതിനകത്ത് വരുന്ന വ്യത്യാസം എക്സാമിൽ വരുന്നൊരു മാറ്റമാണ്. എക്സാം പ്രോസസ്സിൽ, അതാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിറൻസിനും ഉള്ള ഏറ്റവും വലിയ കൺസേൺ. ബാക്കി കാര്യങ്ങളിലൊന്നും ചേഞ്ച് ഇല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് എക്സാം പാറ്റേൺ, എക്സാമിനുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം ഇവിടെ ഇതാണ് സ്കീം ഓഫ് എക്സാമിനേഷൻ. നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്താൽ സ്കീം ഓഫ് എക്സാമിനേഷൻ നമുക്ക് നോക്കാം. ദർ വിൽ ബി 3 സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ഫോർ ദ പോസ്റ്റ് വിത്ത് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് മെട്രിക്കുലേറ്റ് ലെവൽ, +2 ലെവൽ ആൻഡ് ഗ്രാജുവേഷൻ ലെവൽ ആൻഡ് എബോവ് ലെവൽസ്. അതായത് 3 ടൈപ്പ് എക്സാംസ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകൾക്ക് വേണ്ടി അത്തരത്തിലൊരു എക്സാം, 12th ലെവൽ, അതുപോലെ ഡിഗ്രി ലെവൽ, ഇങ്ങനെ 3 തരത്തിലാണ് വരുന്നത്. 3ൻ്റെയും കോമൺ സിലബസിനൊന്നും വ്യത്യാസം വരുന്നില്ല. കോമൺ സിലബസ് നമ്മുടെ SSC അതേ പാറ്റേൺ. മാത്സ് ഉണ്ട്, അതുപോലെ റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഈ 4 സബ്ജക്റ്റ് തന്നെയാണ് വരുന്നത്. 4 സബ്ജക്ട്സും ആണ് വരുന്നതെങ്കിലും ഒരു സെക്ഷന് 25 ചോദ്യങ്ങൾ, 50 മാർക്ക് ഔട്ട് ഓഫ് 200 ആണ്. ഇവിടെ പ്രത്യേകത ഇവിടെ കാണാം. 60 മിനിറ്റ്സ്, 60 മിനിറ്റ് ആണ്. ഈ 100 ചോദ്യങ്ങൾ ചെയ്യാൻ 60 മിനിറ്റ് ആണ്. അതിനകത്തും വ്യത്യാസമൊന്നും ഇതുവരെ ഉള്ളതിലില്ല. പക്ഷേ വിത്ത് സെക്ഷണൽ ടൈമർ ഓഫ് 15 മിനിറ്റ്സ് ഫോർ ഈച്ച് പാർട്ട്.
ഒരു പാർട്ടിന് ഒരു സെക്ഷന് 15 മിനിറ്റ് വെച്ച്, മാത്സിന് 15 മിനിറ്റ്, റീസണിങ്ങിന് 15 മിനിറ്റ്, GK ഇംഗ്ലീഷ് സബ്ജക്ട്സിനും 15 മിനിറ്റ്. ഇത് വളരെ 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 വലിയൊരു ചേഞ്ച് ആണെന്ന് പറയാം. കാരണം SSCയുടെ പാറ്റേണിൽ തന്നെ പലരും മാത്സിനെയും റീസണിങ്ങിനെയും ഒക്കെ വളരെ സീരിയസ്ലി കണ്ട് പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ GKക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിനും ഒക്കെ ലാഭിക്കുന്ന ടൈം മാത്സിനും അതുപോലെ റീസണിങ്ങിനും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടൊരു സ്ട്രാറ്റജിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു സെക്ഷണൽ ടൈമർ വരുമ്പോൾ വലിയ മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷനിൽ ചില ആൾക്കാർക്ക് അഡ്വാൻറ്റേജ് വരും. ഒരു പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇംഗ്ലീഷും സ്ട്രോങ് ആയിട്ടുള്ള GK ഉള്ള ആൾക്കാരെ കുറേ കൂടി ബെറ്റർ സ്കോറിലേക്ക് എത്തിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം 25 ചോദ്യങ്ങളിൽ 15 മിനിറ്റിലാണ് മാത്സ് ചെയ്യേണ്ടതെന്ന് ഓർക്കുക. അപ്പോൾ ഒരു 8 ചോദ്യങ്ങളോ 9 ചോദ്യങ്ങളോ വരെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെ ചെയ്ത് തരാം, അല്ലെങ്കിൽ 10 ചോദ്യങ്ങൾ വരെ ചെയ്യാനുള്ള സമയം വരെയൊക്കെ മാക്സിമം ഒരുപക്ഷെ കിട്ടാറുള്ളൂ. 25 ചോദ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്ട്രാറ്റജി ചേഞ്ച് തീർച്ചയായിട്ടും വേണ്ടതാണ്. പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് മാത്സും റീസണിങ്ങും തീർച്ചയായിട്ടും മാക്സിമം സ്കോർ ചെയ്യണം. അതുകൂടാതെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാക്കണം എന്നുള്ളൊരു സൂചനയാണ് തരുന്നത്. അപ്പോൾ ഇതൊരു CGL എക്സാംസിനും ഇത്തരത്തിൽ തന്നെയുള്ള ഒരു ചേഞ്ച് ഉണ്ടാവുമോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണണം. ഒരുപക്ഷെ അത്തരത്തിലൊരു ചേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിനു മുമ്പ് CPOയുടെ നോട്ടിഫിക്കേഷൻ വന്നു, CPOയുടെ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഇത്തരത്തിലൊരു ചേഞ്ച് നമ്മൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ തന്നെ സെക്ഷണൽ ആയിട്ടുള്ള ടൈമർ ഉണ്ടായിരുന്നു CPO എക്സാമിന്. ഇപ്പോൾ ഇവിടെ സെലക്ഷൻ പോസ്റ്റ് വന്നപ്പോഴും ഇതേ തരത്തിലുള്ളൊരു ചേഞ്ച് നമുക്ക് കാണും. സോ CGL എക്സാമിനും നമുക്ക് ഇത്തരത്തിലൊരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വേറെ കാര്യങ്ങൾക്കൊന്നും കാര്യമായ ചേഞ്ച് ഇല്ല. അപ്പം മെയിനായിട്ട് ഇതിനകത്ത് വന്ന ചേഞ്ച് എന്ന് വെച്ചാൽ സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇത് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനെ സംബന്ധിച്ച് പുതിയൊരു ഇനിഷ്യേറ്റീവാണ്. ഇനിയും സിലബസ് നോക്കിയാൽ സിലബസിലൊന്നും യാതൊരു തരത്തിൽ ചേഞ്ച് ഇല്ല. മെട്രിക്കുലേഷൻ ലെവലാണെങ്കിലും ജനറൽ ഇൻ്റലിജൻസ്, അതുപോലെ റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, അതുപോലെ ഓരോന്നിലും സെപ്പറേറ്റ്ലി അതിൻ്റെ സിലബസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇതിനകത്തൊന്നും കാര്യമായ വ്യത്യാസം നമുക്ക് പറയാനില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഇനി ഇതിനകത്ത് പലരും നോക്കി നിൽക്കുന്നത് ഇതിൻ്റെ വേക്കൻസി എന്താണ്, സെലക്ഷൻ പോസ്റ്റ് എന്നുള്ളത് പലപ്പോഴും പലർക്കും കൺഫ്യൂഷനാണ്. അപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ 10th ആണോ, +2 ആണോ, അല്ലെങ്കിൽ ഡിഗ്രി ആണോ, നിങ്ങൾ MSc ആണോ, BSc ആണോ, ഇങ്ങനെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് അല്ലെങ്കിൽ പഠിച്ച നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തുള്ള പോസ്റ്റ് ഒരു പക്ഷേ ഈ സെലക്ഷൻ പോസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഓപ്പൺ കോമ്പറ്റീഷനിലല്ല ഇതിനകത്ത് അപ്പിയർ ചെയ്യുന്നത്. നിങ്ങളൊരു ഓപ്പൺ കോമ്പറ്റീഷനിലല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഗ്രി ഉള്ള എല്ലാ ആൾക്കാരും CGL എക്സാമിന് അപ്ലൈ ചെയ്ത് എക്സാം എഴുതും. പക്ഷേ നിങ്ങളുടെ പോസ്റ്റിന് വേണ്ടിയുള്ള നിങ്ങളുടെ പോസ്റ്റ്, നിങ്ങളിപ്പം MSc ജോഗ്രഫി ആണ് നിങ്ങൾ പഠിച്ചതെന്ന് കരുതുക, അല്ലെങ്കിൽ BSc ജോഗ്രഫി. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ക്വാളിഫിക്കേഷനിലൊരു സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും, സെപ്പറേറ്റ് മാർക്കായിരിക്കും. അതിലുള്ള വേക്കൻസീസിന് വേണ്ടിയായിരിക്കും മാത്രമായിരിക്കും നിങ്ങൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഒരുപക്ഷെ കുറവുണ്ടായിരിക്കും എന്ന് തന്നെ പറയാം. കാരണം അത്തരത്തിൽ ജോലിക്ക് കയറുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ഒരു സ്റ്റുഡൻറ്റ്, ഇപ്പം MSc ജോഗ്രഫി കഴിഞ്ഞ ആളാണ്. അദ്ദേഹം ഗ്രൂപ്പ് B പോസ്റ്റിലേക്ക് തന്നെയാണ് ഇനിഷ്യലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജോയിൻ ചെയ്യുന്നത്. സെൻസസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ സക്സസ് സ്റ്റോറിയൊക്കെ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു എക്സാം വളരെ വളരെ ഓപ്പർച്യൂണിറ്റി തരുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഓരോ പോസ്റ്റുകളോടെ പറയും. നെയിം ഓഫ് പോസ്റ്റ് സെനോഗ്രാഫർ ഗ്രേഡ് 2. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് പറയുന്നുണ്ട്. ലെവൽ 6 വരുന്ന പോസ്റ്റാണ്. ഹയർ സെക്കൻഡറി ആണ്, ലെവൽ എക്സാം ആണ് വരുന്നത്. ഇനിയും ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. ഇവിടെ ജൂനിയർ എഞ്ചിനീയർ, ക്വാളിറ്റി അഷുറൻസ്, BTech ക്വാളിഫിക്കേഷൻ വേണ്ട പോസ്റ്റുകൾ ഉണ്ടാവും. ജൂനിയർ എഞ്ചിനീയർ, ക്വാളിറ്റി അഷുറൻസ്, അതുപോലെ കണ്ടോ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പോസ്റ്റാണ്. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഹയർ സെക്കൻഡറി ലെവൽ വരുന്നതാണ്. മെറ്റൽ ആൻഡ് എക്സ്പ്ലോസീവ്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് പോസ്റ്റുകളുണ്ട്. അത് 10th ലെവലാണോ 12th ലെവലാണോ ഡിഗ്രി ലെവലാണോ എന്ന് സെപ്പറേറ്റ്ലി പറയുന്നുണ്ട്. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ചില പോസ്റ്റുകൾക്കൊക്കെ തന്നെ ചിലതിനൊക്കെ തന്നെ എക്സ്പീരിയൻസ് റിക്വയർ ചെയ്യുന്ന ചില പോസ്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അല്ലാത്ത പോസ്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ലെവൽ 6 ലെവൽ 5 ഒക്കെ വരുന്ന ഒരുപാട് പോസ്റ്റുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പോസ്റ്റും ഈ നോട്ടിഫിക്കേഷൻസും നോക്കി മനസ്സിലാക്കി വേണം ഇത് അപ്ലൈ ചെയ്യാൻ. കാരണം ആ പോസ്റ്റുകൾ സെപ്പറേറ്റ്ലി എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു മെനക്കെട്ട പ്രോസസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇത് അപ്ലൈ ചെയ്യാതിരിക്കും. പക്ഷേ അപ്ലൈ ചെയ്തുകൊള്ളുക. ഒരു വേക്കൻസി ആണെങ്കിൽ പോലും ഇതിന് കൃത്യമായിട്ട് നിങ്ങൾ അപ്പിയർ ചെയ്ത് റിസൾട്ട് ഉണ്ടായെങ്കിൽ ഇന്റർവ്യൂവിൽ പോയി ബാക്കി പ്രോസസ്സിലേക്ക് പോവുക. ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സെലക്ഷൻ പോസ്റ്റ് എന്ന് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സെലക്ഷൻ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് SSC ഈ ഒരു സെലക്ഷൻ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.